സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ GTR ആണ്. നമ്മൾ ദുബായിൽ നിന്ന് ഇറക്കിയ ഒരു GTR ആണ്. നമ്മുടെ ഫോർച്യൂണർ വിറ്റ് നമ്മളൊരു GTR വാങ്ങിയിട്ടുണ്ട്. നമ്മളൊരു ബൈക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, ZX10R പറഞ്ഞൊരു ബൈക്ക്. ഇതൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്കാണ്. അത് അവരുടെ അടുത്ത് പോയി വാങ്ങണം. പിടിച്ചേനെ സമയം റോങ് കയറിയിട്ട് എൻ്റെ അടുത്തേക്ക് ഓണടിക്കുക. ഒരാൾ കൊള്ളാലോ, കാണില്ല അവനെ. ഈ സമയം സോറി പറഞ്ഞു. നമ്മൾ എന്നിട്ട് വിട്ട് അത് പോട്ടെ, സാറില്ല. നമ്മൾ വണ്ടിയപ്പം തട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇല്ല. ഇനി നമുക്ക് നമ്മുടെ ആ ബൈക്ക് വാങ്ങാൻ പോകണം. അത് അവൻ്റെ വീട്ടിലേക്ക് പോകണം. കൃത്യമായിട്ട് പേരറിയില്ല. നമ്മൾ ലൊക്കേഷൻ വിട്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് GTR പോകണമല്ലേ, നമ്മൾ ഒരു ടാക്സി വിളിച്ചിട്ട് പോവാണ്, അല്ലെങ്കിൽ ആരത്തേലും ലിഫ്റ്റ് ചോദിക്കണം. നമ്മളങ്ങനെ വണ്ടി അങ്ങനെ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബൈക്ക് പോയി അവൻ്റെ വീട്ടിൽ പോയി വാങ്ങണം. നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതാണ്. ഞാൻ ആദ്യം വിചാരിച്ച് അവൻ്റെ വീട്ടിലേക്ക് കുറച്ചുള്ളൂ, നടക്കാനുള്ള ദൂരമുള്ളൂ വിചാരിച്ച്. നമ്മളെ പെരയുടെ ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 15 കിലോമീറ്റർ എങ്കിലും ഉണ്ടാവും അവൻ്റെ വീട്ടിലേക്ക്. നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടിക്ക് കൈ കെട്ടിയിട്ട് നമുക്ക് അവരോട് ലിഫ്റ്റ് ചോദിക്കാം. ഇവിടെ ഒരു വണ്ടിയും കാണുന്നില്ല കേട്ടോ, ഒരു വണ്ടി റോഡിലില്ല. അതേ ഒരു വരുന്ന റോഡി. ഇത് നേരത്തെ കണ്ട വണ്ടിയല്ലേ? ജസ്റ്റ് നമ്മൾ വണ്ടി ഇടിച്ച വണ്ടിയാണ് ഈ വരുന്നത്. നമുക്ക് ഈ വണ്ടിയിൽ തന്നെ കയറി പോകാം. ചേട്ടാ ഒന്ന് നിർത്തോ. എന്താണ് വണ്ടിയുടെ മുമ്പിൽ കയറിട്ട് ഇടിച്ചോ? ചേട്ടാ ലിഫ്റ്റ്. അതൊരു 15 കിലോമീറ്റർ അപ്പുറത്തൊരു വീടുണ്ട്. അവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ഉണ്ട്, അത് വാങ്ങാനാണ് ഞാൻ പോകുന്നത്. ബൈക്കിന്റെ പേരെന്താണ്? ബൈക്കിന്റെ പേര് ZX10R. നീ അത് വാങ്ങാനാ പോകുന്നത്? അത് എന്റെ പേരാണ്. അത് ശരി, നിങ്ങളുടെ വീട്ടിലാണോ? എനിക്ക് നേരെ വിട്ടോ. നിങ്ങളുടെ വീടേതാ? കാണുന്നത് ആ ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. ഇതാണല്ലേ നിങ്ങളുടെ വീട്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിൽ ചേട്ടാ ഞാൻ പോവാണ്ടേ. നമ്മളങ്ങനെ ബൈക്ക് വാങ്ങി വന്നിട്ടുണ്ട്. നമ്മളൊരു ഹെൽമെറ്റും കൂടി വാങ്ങാൻ വേണ്ടി കുറച്ച് നേരം നിന്നു. നമുക്ക് അടുത്ത പണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ GTRൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറ്റണം. അതായത് നമ്മുടെ വെള്ള കളറാക്കണം നമ്മുടെ GTR. നമ്മൾ തന്നെയാണ് പെയിൻ്റ് അടിക്കുന്നത്. എങ്ങനെയൊന്ന് എനിക്ക് തന്നെ അറിയില്ല. കൊളായ പണി കിട്ടും. നമുക്ക് നമ്മുടെ 10R അവിടേക്കൊന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മൾ GTR കൊണ്ട് നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മുടെ കാർ ഷോറൂമിൻ്റെ പകരം ഒരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഒരു ബിൽഡിംഗ് ആണ്. അവിടെ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. കാറൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. ഒരു ഡ്രിഫ്റ്റിംഗ് വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഗൈസ്, നമ്മളിനി നേരെ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ GTR കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് കുറച്ച് ഷോഫ് കാട്ടുന്നുണ്ട്. അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു, എങ്കിലേ നമുക്ക് ഷോഫ് കാട്ടാൻ കഴിയുള്ളൂ. ഈ സെന്നെ പോലത്തെ വേറെ പ്രൊഫഷണൽ ഡ്രൈവർ വേറെ എവിടെ ഉണ്ടാവില്ല. ആക്സിലേറ്റർ ചെറുതായിട്ടൊന്നും കൂടി, ആരും കണ്ടില്ലല്ലേ. ഇവിടുന്ന് വേഗം മുങ്ങ, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്യുന്ന സ്ഥലം തന്നെയാണ്, എനിക്കറിയില്ല കൃത്യമായിട്ട്. അതിൽ തന്നെയായിരിക്കും. അപ്പോൾ നമുക്കിതിൽ ചെറുതായിട്ടൊന്ന് ഡ്രിഫ്റ്റ് ചെയ്യണം. നമുക്കൊരു ചെറിയ BGM ഇട്ടൊന്ന് കറക്കിയാലോ. അയ്യോ, ഇതിന് ബ്രേക്ക് ഇല്ല. നമ്മളെ വണ്ടി ആകെ ഒരു പരുവായി, പൊളിഞ്ഞ് ആകെ ഡോറൊക്കെ പോയി. അപ്പോൾ നമ്മുടെ ഷോറൂമത്തെ ഒരു കൂട്ടുകാരനെ വിളിച്ചു നോക്കാം, അവൻ വരുമെന്ന് ചോദിച്ചോക്കാം. ഹലോ, എടാ നീ നിന്റെ ആദ്യത്തെ ഷോറൂം ഉണ്ടായിരുന്നില്ലേ, അവിടേക്കൊന്ന് വരുമോ? വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടാവൂലേ? നിങ്ങക്ക് എങ്ങനെ മനസ്സിലായി? അല്ല, നിന്റെ സാധാരണ അല്ലാത്ത വിളി കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. എങ്കിൽ നീ വാട്ടോ. ഞാൻ വരാം. ഈ സമയം ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് എവിടെയെന്നൊന്നും കാരണം പറഞ്ഞാം. വണ്ടിയുള്ളത് മൊത്തം ചൂടാണ്, AC വർക്ക് ചെയ്യുന്നില്ല. സവൻ വന്ന് വണ്ടിയൊക്കെ റെഡിയാക്കി പോയി. ഞാൻ എപ്പോഴാണ് നിൽക്കുന്നത്. സവൻ മൊത്തം റെഡിയാക്കിയിട്ടുണ്ട്. അവൻ നമ്മുടെ കൂട്ടുകാരനായിരുന്നു, നമ്മുടെ അടുത്ത് നിന്ന് പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് പോകാം. പിന്നെ അവൻ പറഞ്ഞത് ഇതിൻ്റെ മീറ്ററൊന്നും വർക്ക് ചെയ്തിട്ടില്ല എന്ന്. ഞാൻ കാണിച്ചു കേട്ടോ. അവൻ മൊത്തം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് മൊത്തം കറങ്ങുന്നുണ്ട്. നമ്മുടെ മീറ്റർ പൊളിയാക്കി തന്നിട്ടുണ്ട് അവൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകാം. നമ്മൾ 10R വാങ്ങിയ ആളെ വീട്ടിലേക്ക് ഈ ഒരു നേരെ ഈ കണ്ണ റൂട്ടിന് കയറി നമുക്ക് ആളെ വീട്ടിലേക്ക് പോകാം. നമുക്ക് പോകുന്നില്ല, നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ പോയിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറ്റണം. അതിൻ്റെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അവൻ എന്താ ഈ നടു റൂട്ടിൽ നിന്ന് വർത്താനം പറയുന്നത്, ഫോൺ വിളിച്ചിട്ട്. എന്നാൽ അവനൊന്ന് ശരിയാക്കണമല്ലോ. അവൻ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് വർത്താനം പറയുന്നു. ഇത്രയും നേരം അവൻ മൂവിങ് ഇരുന്ന് അവിടെ എത്തിയിട്ട് ഓട് നിർത്തിയിരിക്കുന്നു വണ്ടി.
മോനെ എന്നിട്ടൊന്ന് വന്നേ. എൻ്റെ വണ്ടി തന്നെ പിടിച്ച് വലിച്ചിടാൻ നിനക്ക് എങ്ങനെയാണോ ധൈര്യം വരുന്നത്? നീ വലിയതായിട്ട് ഓവറാവാൻ നിൽക്കണ്ട കേട്ടോ. നിന്റെ വണ്ടിയൊക്കെ പാടെ കൂട്ടി ഞാൻ ആ കച്ചറക്കട ഇടും. ഞാൻ പോടാ ഇടുന്നേ. പോയിട്ട് നമുക്ക് ഇതിന്റെ കളർ പൈറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. അയ്യോ ദേ അവൻ പോലീസിന് വിളിച്ചോ. അയ്യോ ഇതെന്നോടെ പമ്പരാ. മ്യൂസിക് കേട്ടോ തന്നെ എന്നെ ഇപ്പോൾ പോലീസ് വിളിച്ചോണ്ടാവും. ഗൈസ് നമ്മൾ ഇവിടെ നിൽക്കാൻ അത്ര സേഫ് അല്ല. നമുക്ക് വീട്ടിലേക്ക് കയറാം. അയ്യോ ഇത് അവിടെയും കൊണ്ടേ കിട്ടി. നമ്മൾ നന്നാക്കിയതിനിപ്പോൾ വലിയ കാര്യം ഉണ്ടായിട്ടില്ല. വെറുതെ വേസ്റ്റായി നമ്മൾ നന്നാക്കിയത്. ഓ പോലീസ് 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 അയ്യോ പോലീസ് പുറത്തന്നെ ഉണ്ട്. ബാക്കിൽ കൊണ്ടുപോയിടാം. അവിടെയും കുത്തി. ഗൈസ് നമ്മൾ വണ്ടിയുടെ കളറൊക്കെ മാറ്റിയപ്പോൾ പിന്നെയും പോലീസ് വന്നിട്ടുണ്ട്. അയ്യോ പെട്ട് അയ്യോ ദേ കയറിയിരുന്നു. അയ്യോ ഗൈസ് ദേ പോലീസ് വന്ന്. ദേ നിൽക്കുന്ന അവിടെ ഒരു പോലീസ്. ഗൈസ് ഇത് എന്തിനാ ഇവർ വന്നിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ കളർ മാറ്റിനാണ്. ഗൈസ് ഈ വണ്ടി അവർ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് വണ്ടി എവിടെയെങ്കിലും കൊണ്ട് സേഫ് ആക്കിയിട്ടുണ്ടാവും. ഗൈസ് ഒരു ഐഡിയ കിട്ടി. നമുക്ക് നാട്ടിൽ ലെഫ്റ്റ് ഇതൊത്ത് കൊണ്ടുപോയിട്ടാലോ. അവിടെ മൊത്തം തപ്പുമ്പോഴേക്കിന് കിട്ടുന്നില്ല. കുറച്ച് പെടേണ്ടി വരും പോലീസിന്. അല്ലേ വേണ്ട, നമുക്ക് നമ്മുടെ പെരയുടെ അകത്തേക്ക് കയറ്റാം. ആ അതൊരു ഐഡിയ ആണ്. പോലീസിന് അങ്ങോട്ട് കയറിയിട്ടില്ലേക്ക് ഇതിനകത്ത് കിടന്നോട്ടെ. ഞാൻ വണ്ടി അകത്തിട്ടുണ്ട്. നമ്മളൊന്നും അറിയാത്ത പോലെ അങ്ങോട്ട് ചെന്ന് നോക്കാം. സാറേ എന്ത് പറ്റി? നമുക്ക് നമ്മുടെ ബൈക്ക് എടുത്തിട്ട് പുറത്തേക്കൊന്ന് പോകണം. നമുക്ക് കുറച്ചും കൂടി നമ്മുടെ GTR അടിക്കാണ്ട്. മൊത്താകെ ഫിനിഷ് ആയിട്ടില്ല. നമ്മുടെ ബോണറ്റ് ഭാഗം മൊത്തം ഓറഞ്ചാണ് ഇപ്പോഴും. അത് കണ്ടിട്ട് പോലീസ് പിടിച്ചായിരുന്നു മതിയെന്ന് ഗൈസ്. നമുക്ക് പെയിൻറ്റ് വാങ്ങാൻ പോകണം. അയ്യോ നമ്മളങ്ങോട്ട് പോകുന്നില്ല. അവിടെ കട അടവാണ് കേട്ടോ. എനിക്ക് എവിടെയും കിട്ടിയില്ല കേട്ടോ. പൈൻ്റെ എവിടെയും ഇല്ലയെന്ന് തോന്നുന്നു. പോലീസുകാർ ഇവിടുന്ന് പോയിട്ടില്ല. ഇതൊന്നും ഇതിനകത്തേക്കൊക്കെ വണ്ടി ഇട്ടത്. ആ എൻ്റെ വണ്ടിക്കാർ. ഒരു 100-200 കിലോമീറ്റർ അപ്പുറത്തൊരു കടയും കൂടി ഉണ്ട്. അവിടേക്ക് നമുക്ക് പോകാം. നമ്മുടെ ബൈക്കിൽ പോകുന്ന അത്ര നല്ലതല്ല. നമുക്ക് കാറിൽ പോകാം, അതായിരിക്കും നല്ലത്. ബൈക്ക് അത്ര സേഫ് അല്ല. ഈ പോലീസുകാരെ വണ്ടിയൊക്കെ വള്ളത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്നെപ്പോലെ പ്രൊഫഷണൽ ഡ്രൈവറായിട്ട് ആരും ഇല്ലെന്ന് തോന്നുന്നു.